എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു എഗ് പറാത്തയുടെ റെസിപ്പി നോക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ എഗ് പറാത്ത ഈസി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേ എന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളം 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളമാണ് നമുക്ക് വേണ്ടി വരുന്നത്. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ നമ്മൾ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒട്ടി പിടിക്കുന്ന ഒരു പരുവത്തിൽ എത്തുമ്പോഴേ നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മാവ് നമ്മളിവിടെ നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ അതാ നമ്മൾ മുട്ട നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈക്വലായിട്ട്. ഞാനിവിടെ 4 പാർട്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കതിൽ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പരത്താൻ നേരത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈവച്ച് തന്നെ ഒന്ന് പരത്തിയാൽ മതിയാവും. കനം കുറച്ച് പരത്തുക. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയ ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം, മൈദ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കാണാൻ ഒരു ഭംഗിയായിരിക്കും, അതുകൊണ്ട് മാത്രം ചെയ്തതന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട. ഇനി നമുക്ക് അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇത് പൊട്ടിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ പരത്തി കൊടുക്കണം. വിരൽ വെച്ച് തന്നെ പരത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് പൊടി വിതറി കൊടുക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി വിതറുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷണലാണ്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ഒരുവിധം മടക്കി കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടി നീട്ടി വെച്ച് ഇതുപോലെ പരത്തി നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അറ്റഭാഗം മുകളിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമർത്തി കൊടുത്താൽ മതി. കൈ വെച്ച് തന്നെ നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനിയിപ്പം കൈ വെച്ചിട്ട് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിരുന്നു. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പം പരത്തിയെടുത്തിട്ടുള്ള ആ പറാത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഒരു സൈഡ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ഒരു പറാത്ത നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് പ്രത്യേകിച്ച് ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ 2 സൈഡും നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വീണ്ടും അതേ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടിൽ നിന്ന് ഒരു ചെറിയ തവി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പൊറോട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെക്കാം. ഇനി 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ കളർ നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ എണ്ണയിൽ കിടന്ന് അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് 2 സൈഡ് ഒന്ന് മുരിച്ചെടുത്തു. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ എഗ് പറാത്ത തയ്യാറായിട്ടിട്ട് നമുക്കിതൊന്ന് മാറ്റി ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന എഗ് പറാത്തയാണ്. അപ്പോൾ നമുക്ക് ഏത് കറികളുടെ കൂടെയും ഇത് കഴിക്കാം. ഇനി പ്രത്യേകിച്ച് ഇനി കറികളില്ലെങ്കിൽ കൂടി കഴിക്കാൻ ടേസ്റ്റാണ് മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം വരാം കേട്ടോ. താങ്ക് യു.